മനുഷ്യനെ കാശിന് വിൽക്കുന്ന പല ആൾക്കാരെക്കുറിച്ചും പല മതപുസ്തകങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് ഈ നൂറ്റാണ്ടിൽ എത്രത്തോളം അപരിഷ്കൃതമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നൂറ്റാണ്ടിൽ അടിമക്കച്ചവടം, മനുഷ്യനെ പൈസയ്ക്ക് വിൽക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ സ്ത്രീകളെ വിൽക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എത്രത്തോളം അവജ്ഞയോടെയാണ് കേൾക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ അത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരികയാണ്. പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ വളരെ കാലമായി ദുഷ്കരമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചൈനീസ് കടത്തിൽ മുങ്ങിത്താഴുന്നതിനാൽ അതിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക പ്രത്യാഘാതങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ പെൺകുട്ടികളുടെ വധു വിപണി അത് വളരെയധികം ക്ലച്ച് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വധുക്കളെ ചൈനീസ് പുരുഷന്മാർക്ക് വെറും $700 വിൽക്കുന്നത്. പാകിസ്ഥാൻ രൂപയിൽ ഏകദേശം 2 ലക്ഷം രൂപയ്ക്കാണ് ചൈനീസ് പുരുഷന്മാർക്ക് ഈ യുവതികളെ വധുക്കളായി വിൽക്കുന്നത്. യഥാർത്ഥത്തിൽ വധുക്കളായിട്ടാണ് വിൽക്കുന്നതെങ്കിലും വേശ്യാവൃത്തിക്കും സെക്സ് സ്ലേവുകളുമായിട്ടാണ് ഇവർ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ചിലപ്പോൾ ബ്രോക്കർ $25,000 മുതൽ $65,000 വരെ വില ഈടാക്കുന്നു. ഒരു ചെറിയ തുക വധുവിൻ്റെ മാതാപിതാക്കൾക്ക് വിവാഹത്തിനായി നൽകുന്നു. ഭാര്യ 1.5 ലക്ഷത്തിന് അമ്മായിയപ്പൻ സൗജന്യമായി. ഇതുപോലുള്ള കോമഡി മീമുകളും തമാശകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. എന്നാൽ തമാശയായി കാണേണ്ട ഒരു വിഷയമല്ല ഇത്. പക്ഷേ യാഥാർത്ഥ്യം അതിലും കൈപ്പേറിയതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ക്രിസ്ത്യൻ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ദാരിദ്ര്യം കാരണം കുടുംബങ്ങൾ വിവാഹത്തിൻ്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വിറ്റ് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. വാങ്ങുന്നവരിൽ രോഗികളുണ്ട്, വികലാംഗരുണ്ട്, നിസ്സഹായരായ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്നിവരുൾപ്പെടെ മുഴുവൻ കുടുംബത്തെയും വധുവിനൊപ്പം ചൈനയിലേക്ക് ഇവർ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. പാകിസ്ഥാനിലെ മോശം സമ്പദ്സ്ഥിതിയാണ് ഈ മനുഷ്യത്വരഹിതമായ ആചാരത്തിന് കാരണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇരകളാകുന്ന പെൺകുട്ടികളിൽ ഭൂരിഭാഗവും 12നും 18നും ഇടയിൽ പ്രായമുള്ള ക്രിസ്ത്യൻ യുവതികളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള 629 സംഭവങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.